ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? കാര്യം ഇവിടെ ബംഗാളിൽ 2 ദിവസമായിട്ട് മഴയില്ലെങ്കിലും എനിക്കിവിടെ എൻ്റെ ഉള്ളിൽ ഒരു മഴ പെയ്തിറങ്ങിയ ഫീലാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് ആകെ തിരക്കിലായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി ക്വാർട്ടേഴ്സ് പെയിൻറ്റടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നെന്ന്. അതിൻ്റെ ഇടയിൽ ഒടുക്കത്തെ പീരീഡ്സിൻ്റെ വയറുവേദനയൊക്കെ ആയിട്ട് ആകെ ഞാൻ പൊല്ലാപ്പിലായിരുന്നു. പീരീഡ്സ് ക്രാംസിൽ നിന്ന് റിലീഫ് കിട്ടുന്ന ഈ ഒരു മസാജർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ലൈഫ് സേവർ ഐറ്റമാണ് കേട്ടോ. കാരണം ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പീരീഡ്സിൻ്റെ വയറുവേദനേനെ ഒന്ന് കാം ചെയ്ത് നിർത്തുന്നത്. ആദ്യത്തെ 2 days മാത്രമാണ് എനിക്ക് പ്രശ്നമുള്ളൂ. ഇന്നിപ്പം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു നോർമൽ ഡേ പോലെ തന്നെയാണ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്യണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിച്ചണിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് ഇപ്പം 2 ദിവസമായിട്ടോ. വീട്ടിലെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് സച്ചു തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കുക്ക് ചെയ്യാൻ കയറിയപ്പം എനിക്ക് കുറച്ച് റിഫ്രഷ്ഡ് ആയിട്ടുള്ള മൈൻഡായിരുന്നു. കാരണം 2-3 ദിവസത്തിന് ശേഷം കുക്ക് ചെയ്യുന്നുണ്ട് ഒരു വല്ലാത്ത ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. നോർമലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് സച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു റെസിപ്പിയാണ് മുട്ടക്കറി, മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ മുട്ടക്കറി. പാവം സച്ചു ഡ്യൂട്ടിക്കും പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ആകെപ്പാട് 2-3 ദിവസം ഭയങ്കര ബിസി ആയിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആൾക്കിന്ന് ഇഷ്ടപ്പെട്ട മുട്ടക്കറി തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു ക്യാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചാൽ തന്നെ കുറേ നാൾ ഉപയോഗിക്കാം. ഒരു 2-3 സ്പൂണൊക്കെ ചില കറികളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇന്ന് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.